السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, കേരള മുസ്ലിം നവോത്ഥാനത്തിൽ കേരള ഉലമ ആക്ടിവിസത്തിൻ്റെ പ്രാധാന്യം. കേരള ഉലമ ആക്ടിവിസത്തിൻ്റെ ചരിത്ര താളുകൾ മറിച്ചു നോക്കുന്ന സമയത്ത് വഴിതിരിഞ്ഞെത്തുന്നത് മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചരിത്രങ്ങളിലേക്കാണ്. അതിൻ്റെ ഒരു പ്രാരംഭഘട്ടമാണ് മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള പഠനം. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, ആദ്യമ മനുഷ്യൻ്റെ നാട്. അതുകൊണ്ട് തന്നെ വളരെ കാലം മുമ്പ് തന്നെ പരിശുദ്ധ ഇസ്ലാം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് പല രാജ്യങ്ങളിലേക്കും പല നാടുകളിലേക്കും പല പ്രദേശങ്ങളിലേക്കും പല മാർഗമായും ഇസ്ലാം വ്യാപിക്കുകയായിരുന്നു. എന്നിരുന്നാൽ പോലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഈ വ്യാപനം അല്ലാഹു തആല ആദ്യമേ നിശ്ചയിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. ഏത് രീതിയിൽ പരിശുദ്ധ ഇസ്ലാം ഒരു നാട്ടിലേക്ക് ചെന്നെത്തണം, ആരുടെ കൈകരങ്ങളിലൂടെയാണ് അത് ചെന്നെത്തേണ്ടത്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ആദ്യമേ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിന് ശേഷം ഖലീഫമാർ, പിന്നീട് അങ്ങോട്ട് ഓരോ നൂറ്റാണ്ട് കാലയളവിലും ഓരോ പണ്ഡിതന്മാർ, ഉലമാക്കൾ പോലെയുള്ള ഇസ്ലാമിൻ്റെ അവബോധകന്മാരായിട്ടുള്ള വലിയ പണ്ഡിത സമൂഹം വ്യക്തമാകുന്നത്. കേരള മുസ്ലിം നവോത്ഥാനത്തിനെ കുറിച്ച് ഉണർത്താം. കേരളത്തിലേക്ക് ഇസ്ലാം കടന്നെത്തുന്നത് ഗുജറാത്തിലും തമിഴ്നാട്ടിലുമുള്ള കടൽ മാർഗമുള്ള സഞ്ചാരികൾ മുഖേനയും രാജസ്ഥാൻ മക്രാൻ പ്രദേശങ്ങളിലുള്ള ഇന്ത്യ വഴിയുള്ള ഫുതൂഹുകൾ വഴിയുമാണ് പരിശുദ്ധ ഇസ്ലാം ഈ കേരളത്തിലേക്ക് കടന്നെത്തുന്നത്. അക്കാലം മുതൽ തന്നെ ഇസ്ലാമിൻ്റെ ഈ നാഗരത കാലാകാലവും വെച്ചു പിടിപ്പിക്കാൻ, അതിനെ പച്ച പിടിപ്പിക്കാൻ, അതിനെ വെളുപ്പിക്കാൻ കേരളത്തിലെ ഉലമ ആക്ടിവിസം, കേരളത്തിലെ ഉലമാക്കൾ അവരുടെ ജീവിതത്തെ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചിരുന്നു. സ്വന്തം ഇച്ഛകളുടെ ആശയങ്ങളെ പോലും വകവയ്ക്കാതെ സ്വന്തം കുടുംബത്തെയും സ്വന്തം ജീവിതത്തെയും മറന്നുകൊണ്ട് ഇലാഹിയായ അള്ളാഹുവിൻ്റെ ദീനിനെ നാനാ ദിക്കുകളിലേക്കും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി അവരുടെ ജീവിതത്തെ അവർ സമർപ്പിച്ചിരുന്നു. അതിൽ കേരള ഉലമാക്കളെ എണ്ണുന്ന സമയത്ത് നമുക്ക് ആദ്യമായി മനസ്സിലേക്ക് കടന്നു വരുന്നത് ഉമർ കലാമിനെ പോലെയുള്ള നിരവധി പണ്ഡിതന്മാരാണ്. പരിശുദ്ധ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിനെ കുറിച്ച് ഒന്ന് ഉണർത്താം. കേരളത്തിലെ ഉലമാക്കളുടെ ആക്ടിവിസത്തിനെ കുറിച്ച് പഠിക്കുന്നതിനോടൊപ്പം അതിൻ്റെ ഈ ശക്തി മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിനെ കുറിച്ച് നാം ഒന്ന് അറിയേണ്ടതുണ്ട്. സമസ്ത രൂപീകരിക്കുന്നതിൻ്റെ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൻ്റെ രീതി വളരെ വികടമായിരുന്നു. തൊട്ടുകൂടായ്മ, ജാതി വർണ്ണ വിവേചന രീതികൾ, വികടമായ നിയമങ്ങൾ, നയങ്ങൾ തുടങ്ങി ഒരു മാനുഷിക്കും ഒരു നർത്തനും ഒരിക്കലും യോജിക്കാത്ത വിധത്തിലുള്ള വികടമായ ആശയങ്ങളും രീതികളും നയങ്ങളുമായിരുന്നു നമ്മുടെ ഈ കേരളത്തിൽ നിലകൊണ്ടു പോയിട്ടുണ്ടായിരുന്നത്. ആർക്ക് ആരെ കാണാൻ സാധിക്കും, ആരുടെ കൂടെ നിൽക്കാൻ സാധിക്കും, ആരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ സാധിക്കും, ഒരാളുടെ നെയ്യൽ ആരുടെ ദേഹത്ത് പതിക്കാൻ സാധിക്കും, ഇങ്ങനെ തുടങ്ങി വളരെ വികടമായ ആശയങ്ങളും വികടമായ രീതികളും സംസ്കാരങ്ങളുമായിരുന്നു കൊച്ചു കേരളത്തിൽ സമസ്ത രൂപീകരിക്കുന്നതിൻ്റെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയിട്ടുണ്ടായിരുന്നത്. ഇതിനെയെല്ലാം മറികടത്തിക്കൊണ്ട് കേരളത്തിലെ ഉലമ ആക്ടിവിസത്തിൻ്റെ പങ്ക് അതിൽ ചെറുതല്ല എന്ന് നമുക്കിവിടെ കുറിക്കാൻ സാധിക്കും. മാത്രവുമല്ല,
ഒരു കർഷക തൊഴിലാളിക്ക് അവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കും, ജീവികളെ കന്നുകാലുകളെ വളർത്താൻ സാധിക്കും. പക്ഷേ അതിന് പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനെ കറന്ന് പാലെടുക്കാൻ അവർക്ക് സാധിക്കില്ല. നായർ തറവാട്ടിലേക്ക് കൊടുത്തയക്കുകയും കർഷക തൊഴിലാളികൾ കൊയ്തുണ്ടാക്കിയ കർഷക വിളകളെ ഉന്നത മേധാവിമാർ, ഉന്നത നായർ തറവാടുകളും വിളവെടുത്തു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു കേരളത്തിലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയിട്ടുണ്ടായിരുന്നത്. ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് സുന്ദരമായ ഇസ്ലാമിക ആശയങ്ങളെ, സുന്ദരമായ ഇസ്ലാമിക സംസ്കാരങ്ങളെ, ഇസ്ലാമിക രീതികളെ, നയങ്ങളെ ഈ കൊച്ചു കേരളത്തിൽ, സ്വന്തമായ കേരളത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഉലമാക്കളുടെ ആക്ടിവിസത്തിൻ്റെ പങ്ക് ചെറുതല്ല എന്ന് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് 1926 ജൂൺ 26 സമസ്ത രൂപീകരിക്കുന്നത്. എത്രയോ നല്ല ടീംസുമായിട്ടാണ് സമസ്ത അന്ന് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ തരത്തിലുമുള്ള തൊട്ടുകൂടായ്മ, ജാതി തുടങ്ങിയ വർണ്ണ ജാതി വ്യത്യാസമാക്കിക്കൊണ്ടിരുന്ന കൊച്ചു കേരളത്തിൻ്റെ നിയമങ്ങളെല്ലാം മലർത്തിയടിച്ചുകൊണ്ട് സുന്ദരമായ ആശയങ്ങൾ കൊണ്ട് സമസ്ത രൂപീകരിച്ചു. പിന്നെ എക്കാലത്തും ഓരോ വർഷങ്ങളിലും സുന്ദരമായ ആശയങ്ങൾ, ഇസ്ലാമിൻ്റെ ആശയങ്ങളെ നാടുകളിലേക്ക് പടർത്തുകയും ഇങ്ങനെ തുടങ്ങി പല രീതിയിലേക്ക് ഈ കേരളത്തെ ചെന്നെത്തിക്കാനും കേരളത്തിൻ്റെ ഉലമ ആക്ടിവിസം വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് നമുക്ക് ഇതിലൂടെ കുറിക്കാൻ സാധിക്കും. വാക്കുകൾക്ക് വിരാമമിടുകയാണ്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.